മാനേജ്മെന്റ് സിസ്റ്റം. ഈ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ബെനിഫിറ്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ഫസ്റ്റ് വൺ എന്ത് ബെനിഫിറ്റാ? Improved communication between the patient and the hospital. ഹോസ്പിറ്റലും അതേപോലെ പേഷ്യന്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഏതെല്ലാം രീതിയിലാ? ചാപ്റ്റർ 49 ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക്. ഓക്കെ, ഏതെല്ലാം രീതിയിലാണ് ആ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയുന്നത്? ഓൺലൈനായിട്ട് എന്താണ് അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ പറ്റും. അതേപോലെ മെഡിക്കൽ റെക്കോർഡ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. റിമൈൻഡേഴ്സുകൾ എന്താണ് കൊടുക്കാനായിട്ട് കഴിയും. ആ രീതിയിൽ എപ്പോഴും ഹോസ്പിറ്റലും ആ പേഷ്യന്റും തമ്മിലുള്ള ഒരു ലിങ്ക് എന്താണ് എപ്പോഴും ബിൽഡ് ചെയ്യാനായിട്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. സെക്കൻഡ് ബെനിഫിറ്റ് എന്തായിരുന്നു? സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡേറ്റ. എങ്ങനെയാണ് ഹോസ്പിറ്റൽ ഡാറ്റ സേഫ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. എന്താണ്, ഒരു ഓതറൈസ്ഡ് പേഴ്സണിന് മാത്രമാണ്, ഉദ്യോഗസ്ഥന് മാത്രമാണ് അതിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ പിന്നെ ഒരു ആക്ടിന്റെ പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? പേഷ്യന്റിന്റെ ഇത്തരം ഹിപ്പ ആക്ട്, അതായത് പേഷ്യന്റിന്റെ സെൻസിറ്റീവ് ഇൻഫോർമേഷൻസിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന് പറയുന്ന ആക്ട് ആണ് ഹിപ്പ ആക്ട്. ഓക്കെ, then third one എന്തായിരുന്നു? Improved access to patient data. Improved access to patient data. എന്തായിരുന്നു അതിൽ പഠിച്ചത്? Easily available ചെയ്യാൻ. നമുക്ക് ഈ ഡാറ്റ എന്താണ് എപ്പോ വേണമെങ്കിലും ഈസിലി നമുക്ക് അതിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് ബന്ധപ്പെട്ട അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അത് വാച്ച് ചെയ്യാനും ഒബ്സർവ് ചെയ്യാനും അനലൈസ് ചെയ്യാനും കഴിയുന്നതാണ്. ഓക്കെ, ടെസ്റ്റിന്റെ റിസൾട്ട് ആയിക്കോട്ടെ, ബില്ലിംഗ് ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഈസി ആക്സസ് ആണ്. ദെൻ റെഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം. എന്തായിരുന്നു റെഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം? ഓക്കെ, ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ എന്താണ്? ഹോസ്പിറ്റൽ സ്റ്റാഫ് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ, അവരുടെ വർക്ക് ലോഡിങ് ടൈം കിട്ടില്ലേ? വെരി ഗുഡ്. എന്താണ് വർക്ക് ലോഡ് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതുവഴി എന്താണ് ടൈം സേവ് ചെയ്യാനായിട്ടും ആ ടൈം എന്തിനു വേണ്ടി പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ കോസ്റ്റ് എഫക്റ്റീവ്നെസ്. എല്ലാ കാര്യങ്ങളും എന്താണ് ഈ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇപ്പൊ ബില്ലിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതിനുവേണ്ടി ചെലവാക്കേണ്ടി വരുന്ന എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ വരെ അല്ലേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്? ഫിഫ്ത്ത് പോയിന്റ് വരെ അല്ലേ കോസ്റ്റ് എഫക്റ്റീവ്നെസ്? ഓക്കെ, ആൻഡ് ദ സിക്സ്ത് വൺ നോക്കിക്കോളൂ. Intelligent analytics with automatically generated reports. Intelligent analytics with automatically generated reports. An HMS can give valuable insight regarding operations by generating real-time reports on various metrics such as patient flow, occupancy rate, and income generation. Screen എന്താണ് കാണുന്നില്ലാന്നോ? ഒന്നും കാണുന്നില്ല, മിസ്സിനെയും കാണുന്നില്ല, സ്ക്രീനും കാണുന്നില്ല. റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ റിജോ? നെക്സ്റ്റ് പേജ്, കോസ്റ്റ് എഫക്ട്, സിക്സ്ത് വൺ, ഇന്റലിജന്റ് അനലിറ്റിക്സ് വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്സ്. PDF ഇല്ലേ കയ്യിൽ? എല്ലാവരുടെയും ഉണ്ടോ? PDF ഉണ്ടോ കയ്യില്? സോ കേട്ടിരുന്നോളൂ കേട്ടോ, നമുക്ക് നോക്കാം. സിക്സ്ത് വൺ എന്തായിരുന്നു? ഇന്റലിജന്റ് അനലിറ്റിക്സ് വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്സ്. ആൻഡ് HMS
സിക്സ്ത് പോയിന്റ്. ഇപ്പൊ ക്ലിയർ ആണോ? കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്യിക്കാൻ പറ്റും റിജോ? ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. എന്തായിരുന്നു? An HMS can give valuable insights regarding operations by generating real-time reports on various metrics such as patient flow, occupancy rate, and income generation. This helps you make data-driven decisions, improve process, and optimize resources. ഇനി ഈ ഒരു സിസ്റ്റം, ഈ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണ്, അവർക്ക് സ്വയം ഓട്ടോമാറ്റിക് ആയിട്ട് റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാനും അത് അനലൈസ് ചെയ്യാനും കഴിയുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? അതായത് പേഷ്യന്റ് ഫ്ലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ധാരാളം പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിൽ വരുന്നതാണ് അല്ലെ, അപ്പൊ അതിനെ അവരെ ട്രാക്ക് ചെയ്യാനായിട്ടുള്ള സിസ്റ്റം എന്താണ് ഈ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഒക്യുപ്പൻസി റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നു, ബെഡ് അവൈലബിൾ ആണോ അല്ലെങ്കിൽ റൂംസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതിനെന്താണ് ആൻസർ പറയാനായിട്ട് കഴിയുന്നതാണ്, അതും ട്രാക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ദെൻ ഇൻകവുമായി ബന്ധപ്പെട്ട, ഇൻകം ജനറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലൈക്ക് എന്തൊക്കെയാണ്, ബില്ലിങ്, അതേപോലെ ഇൻഷുറൻസ് ക്ലെയിംസുകൾ തുടങ്ങിയ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എന്താണ് ഈ സിസ്റ്റത്തിന്റെ ഹെൽപ്പോടുകൂടി ചെയ്യാനായിട്ട്, ഈസി ആയിട്ട് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? ഇന്റലിജന്റ് അനലിറ്റിക്സ് വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്സ്. ഒന്നുകൂടി പറയോ? പറയാം. ഈ ഒരു നമ്മൾ ബെനിഫിറ്റ്സ് ആണ് പഠിക്കുന്നത് അല്ലെ, ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഈ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്? നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ എന്താണ്, നമുക്ക് കാര്യങ്ങൾ, റിപ്പോർട്ടുകൾ എന്താണ് അനലൈസ് ചെയ്യാനായിട്ടും ആ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനായിട്ടും കഴിയുന്നുണ്ട്. ഈ ഒരു സിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടി എത്ര പേഷ്യന്റ് വരുന്നുണ്ട്, പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ട്രാക്ക് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ഒക്യുപ്പൻസി റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പൊ ബെഡിന്റെ കാര്യമാണെങ്കിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ റൂമിന്റെ കാര്യമായിക്കോട്ടെ, മറ്റെന്ത് ഒരു എൻക്വയറി ഉണ്ടെങ്കിലും അതിനപ്പോൾ തന്നെ എന്താണ് റിപ്ലൈ കൊടുക്കാനായിട്ട് കഴിയുന്നതാണ്. അതിനുവേണ്ടി ഈ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഈ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തെ ഉപയോഗിക്കാവുന്നതാണ്. ദെൻ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് അല്ലെ, ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിൽ നിന്നും എങ്ങനെയൊക്കെയാണ് ഇൻകം ഉണ്ടാക്കുന്നത് ഒരു ഹോസ്പിറ്റല്? ഫാർമസിയിലെ മെഡിസിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലാബ് ടെസ്റ്റിന്റെ ആയിക്കോട്ടെ, അതുമല്ലെങ്കിൽ എന്താണ് ഇൻഷുറൻസ് ക്ലെയിംസിന്റെ ആയിക്കോട്ടെ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി കഴിയുന്നതാണ്. ക്ലിയർ ആണോ? 6th one, intelligent analytics with automatically generated reports. And the 7th one, centralized administrative control. And HMS helps to build a centralized platform. ഒരു പോയിന്റ് കൂടി പറയാൻ വിട്ടുപോയി ആ 6th one-ല്. This helps you to make data-driven decisions, improve process and optimize resources. എന്താണ്? അപ്പൊ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളെയും അനലൈസ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെ എന്താണ്, നമുക്ക് വ്യക്തമായ ഒരു ഡിസിഷനിൽ എത്തിച്ചേരാനായിട്ട് ഈ സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒക്യുപ്പൻസി റേറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ബെഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കറക്റ്റ് ആൻസർ കൊടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഇനി ബെഡ് അവൈലബിൾ ആണെങ്കിൽ എന്താണ്, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ടും കഴിയുന്നതാണ്. റിസോഴ്സുകൾ മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ടും കഴിയുന്നതാണ്. ക്ലിയർ ആണോ? ആൻഡ് ദ 7th one, centralized administrative control. And HMS helps to build a centralized platform for managing activities, allowing hospitals to streamline their administrative process. It ensures consistency beyond departments. This can enhance efficiency, minimize errors, and better overall patient care. ഓക്കെ, ഇനി എങ്ങനെയൊക്കെയാണ് ഈ HMS അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഉപയോഗിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വർക്കുകൾ എന്താണ് സിംപ്ലിഫൈ ചെയ്യാനായിട്ട്, അതിന്റെ വർക്ക് ലോഡ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ്സുകൾക്കിടയിലാണെങ്കിലും ഒരു ക്ലിനിക്കൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും അതിന്റെ കൺസിസ്റ്റൻസിയും എഫിഷ്യൻസിയും ഉയർത്താനായിട്ട് കഴിയുന്നുണ്ട്.
ഓക്കെ. എന്താണ് ഇറേഴ്സുകൾ, മിസ്റ്റേക്സുകൾ മിനിമൈസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ എന്താണ് ഓവറോൾ പേഷ്യന്റ് കെയർ, പേഷ്യന്റിന് മികച്ച രീതിയിലുള്ള കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ടും കഴിയുന്നതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താണ്, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും, ഒരു ഹോസ്പിറ്റലിലെ എല്ലാ സിസ്റ്റത്തെയും എന്താണ് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരൊറ്റ ഇന്റർഫേസിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളിലേക്കും ആക്സസ് ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയർ വഴി കഴിയുന്നതാണ്. ക്ലിയർ ആണോ? ഒന്നുകൂടി പറയാമോ? ഒന്നുകൂടി. അതായത് ഇപ്പൊ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടി ഏത് ഡിപ്പാർട്ട്മെന്റിൽ എന്ത് കാര്യമാണ് നടക്കുന്നത്, ഇപ്പൊ ലാബിൽ പോകണമെങ്കിൽ എന്താണ് ആ പേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ് അവിടെ ആ ഒരു സിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടി എന്താണ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്, ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇനി ഫാർമസിയിലോട്ടാണ് പോകുന്നതെങ്കിൽ ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ എന്താണ് അത് ചെക്ക് ചെയ്ത് അതിനനുസരിച്ചുള്ള മരുന്ന് നമുക്ക് നൽകാനായിട്ട് കഴിയുന്നതാണ്. മുൻപത്തെ സിറ്റുവേഷൻ പോലെ നമുക്ക് എപ്പോഴും ഒരു ഫയൽ കൊണ്ട് നടക്കേണ്ടതായിട്ട് വരുന്നില്ല. ഈ ഒരൊറ്റ ഇന്റർഫേസ്, ഈ ഒരു സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ ഡാറ്റയിലേക്കും എന്താണ് ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഡോക്ടറിന്റെ റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ ഡോക്ടറിന് എന്താണ് ലാബ് ടെസ്റ്റിന്റെ റിസൾട്ട് എന്താണെന്ന് ചെക്ക് ചെയ്യാനും വെരിഫൈ ചെയ്യാനും കഴിയുന്നതാണ്. സോ ഒരൊറ്റ ഇന്റർഫേസിന്റെ ഹെൽപ്പോടുകൂടി എല്ലാ കാര്യങ്ങളിലേക്കും എല്ലാ ഡാറ്റയിലേക്കും ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ ഇപ്പോ? യെസ് മാം. 8.1 നോക്കിക്കോളൂ. റെഡ്യൂസ്ഡ് മെഡിക്കൽ ഇറേഴ്സ്. എന്താണ് മെഡിക്കൽ ഇറേഴ്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? And HMS helps reduce medical errors by providing doctors and nurses with updated patient information. It reduces the risk of misdiagnosis, incorrect treatment or adverse drug interactions. Okay. ഇനി എങ്ങനെയാണ് ഈ ഇറേഴ്സുകൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നത്? അതായത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള പേഷ്യന്റ് ഇൻഫോർമേഷൻസ് ആണ് ആ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ. അതെപ്പോഴും എന്താണ് അതിൽ കളക്ട് ചെയ്യപ്പെടുന്ന സ്റ്റോർ ചെയ്യപ്പെടുന്ന ഇൻഫോർമേഷൻസ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാനും മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യാനും എന്താണ് ഡോക്ടേഴ്സിന് കഴിയുന്നതാണ്. അപ്പൊ ആ പ്രിസ്ക്രിപ്ഷൻ നോക്കിക്കൊണ്ട് ഫാർമസിയിലുള്ളവർക്ക് മെഡിസിൻസ് പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യാനും കഴിയുന്നതാണ്. അതുവഴി എന്താണ് ഇറേഴ്സുകൾ റെഡ്യൂസ്, മിസ്റ്റേക്സുകൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? അതായത് എല്ലാ കാര്യങ്ങളും എന്താണ് ഒരു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ് അല്ലെ. ഇപ്പൊ സാധാരണ ഫയൽ ആണെങ്കിൽ ലാബ് ടെസ്റ്റിന്റെ ഫയലൊക്കെ മിസ്സായി പോയാൽ, ആ പേപ്പറൊക്കെ മിസ്സായി പോയാൽ നമുക്ക് കറക്റ്റ് ഡിസിഷനിൽ എത്തിച്ചേരാൻ പറ്റില്ല. റൈറ്റ്. അപ്പോൾ എന്താണ് എല്ലാ ഡാറ്റാസും സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി കഴിയുന്നതാണ്. ഓക്കെ. അപ്പൊ അതിനനുസരിച്ചുള്ള മെഡിസിൻസ് നൽകാനും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നൽകാനും കഴിയുന്നതാണ്. സോ എന്താണ് ഇറേഴ്സ്, മിസ്റ്റേക്സുകൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇത്തരത്തിൽ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് വഴി കഴിയുന്നതാണ്. ക്ലിയർ ആണോ? 8.1 റെഡ്യൂസ്ഡ് മെഡിക്കൽ ഇറേഴ്സ്. ഒന്നുകൂടി പറയൂ മിസ്സേ. അതിൽ ഇത്ര ഉള്ളൂടെ എന്താണ് മെഡിക്കൽ ഇറേഴ്സ്, മിസ്റ്റേക്സുകൾ തടയാനായിട്ട് കുറയ്ക്കാനായിട്ട് കഴിയുന്നതാണ്. അതായത് എല്ലാ ഡാറ്റാസും എങ്ങനെയാണ് ഒരു ഇലക്ട്രോണിക് ഫോമാറ്റിൽ, ഒരു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് അല്ലെ, സാധാരണ ഫയലിലല്ല. ഫയലിലാകുമ്പോഴുള്ള മിസ്റ്റേക്സ്, പ്രശ്നങ്ങൾ എന്തൊക്കെയാ? എന്താണ് ചിലപ്പോൾ എല്ലാ ഡാറ്റാസും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതേപോലെ തന്നെ ചില പേപ്പേഴ്സ് മിസ്സായാൽ അതിനനുസരിച്ചുള്ള എന്താണ് ട്രീറ്റ്മെന്റ് നൽകാനായിട്ട് കഴിയില്ല. നേരത്തെ പറഞ്ഞ പോലെ ലാബ് ടെസ്റ്റിന്റെ കാര്യം ആയിക്കോട്ടെ, അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഡാറ്റാസ് ഒക്കെ മിസ്സായാൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നൽകാനായിട്ട് കഴിയില്ല. അപ്പൊ അവിടെ എന്താണ് തെറ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് നൽകേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ എന്താണ് മിസ്റ്റേക്സുകൾ വരാം. ഓക്കെ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ സഹായിക്കുന്നുണ്ട്. റെഡ്യൂസ്ഡ് മെഡിക്കൽ ഇറേഴ്സ്, മെഡിക്കൽ ഇറേഴ്സ് കുറയ്ക്കാനായിട്ട് ഈ സോഫ്റ്റ്വെയർ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഇപ്പൊ നമ്മൾ ആ പേഷ്യന്റിന്റെ ഹെൽത്ത് റെക്കോർഡ് എടുത്ത് നോക്കിയാൽ അയാൾ അവിടെ വന്ന് അഡ്മിഷൻ എടുത്ത ടൈം മുതൽ എന്നാണോ ചെക്ക് ചെയ്യുന്നത് അതുവരെയുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ കാണാൻ പറ്റുന്നതാണ് അല്ലെ, ഇൻക്ലൂഡിങ് ഡേറ്റ്സ് അടക്കം. ആ ഡേറ്റ് ഏത് തീയതിയാണ് വന്നത് അതടക്കം എല്ലാ കാര്യങ്ങളും എന്താണ് ചെക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ ഇത്? സോ അതുവഴി എന്താണ് ഇറേഴ്സുകൾ, മിസ്റ്റേക്സുകൾ കുറയ്ക്കാനായിട്ട് കഴിയുന്നതാണ്. ആൻഡ് ദ 9th one നോക്കിക്കോളൂ. റെഡ്യൂസ്ഡ് റീഅഡ്മിഷൻസ് ആൻഡ് റീഹോസ്പിറ്റലൈസേഷൻസ് റേറ്റ്സ്.
reduced readmissions and re-hospitalization rate. എന്താണ് വീണ്ടും ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആകുക, അത്തരം സിറ്റുവേഷൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ട്, കുറക്കാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയായിരിക്കാം നോക്കിക്കോളൂ. And HMS can also decrease readmissions and re-hospitalization rate by ensuring timely follow-ups. This increases patient outcomes and minimizes complication risk. എങ്ങനെയാണ് ഈ റീഅഡ്മിഷൻ അല്ലെങ്കിൽ റീ ഹോസ്പിറ്റലൈസേഷൻ ഒക്കെ തടയാനായിട്ട് കഴിയുന്നത്, അതിന്റെ റേറ്റ് കുറയ്ക്കാനായിട്ട് കഴിയുന്നത് എങ്ങനെയാ? ഇപ്പൊ ഒരു പേഷ്യന്റ് വന്ന് ഡോക്ടറെ കണ്ടുപോയി, അവർക്ക് ഇനി നെക്സ്റ്റ് എന്നാണ് വരേണ്ടത്, ഫോളോ അപ്പ് അപ്പോയിന്റ്മെന്റിനെ കുറിച്ചും അതേപോലെ തന്നെ മറ്റു പരിശോധനകളെ കുറിച്ച്, ഇനി വാക്സിൻ എടുക്കേണ്ട ഡേറ്റ്, അതിന് ലാബ് ടെസ്റ്റിന്റെ ഡേറ്റ്, ഇത്തരം കാര്യങ്ങൾ എന്താണ് ആ പേഷ്യന്റിന് എന്താണ് ഓട്ടോമാറ്റിക് ആയിട്ട് റിമൈൻഡറുകൾ അയക്കാനായിട്ട് ഈ സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓർക്കുന്നില്ലേ? നോട്ടിഫിക്കേഷൻസ് അയക്കാനായിട്ട്, ഇനി നെക്സ്റ്റ് ലാബ് ടെസ്റ്റ് നടത്തേണ്ടത് ഇന്ന ഡേറ്റിലാണ്, അല്ലെങ്കിൽ ഡോക്ടറെ കാണേണ്ടത് ഈ ദിവസമാണ്, ഇത്തരം കാര്യങ്ങൾ പേഷ്യന്റിനെ മുൻകൂട്ടി ഓർമ്മപ്പെടുത്താനായിട്ട് ഈ സോഫ്റ്റ്വെയർ വഴി കഴിയുന്നതാണ്. സോ അവരെന്താണ് അത് ഓർമ്മപ്പെടുത്താനും അതുമൂലം യഥാസമയം എന്താണ് കറക്റ്റ് ടൈമിൽ ട്രീറ്റ്മെന്റ് എടുക്കുകയും, എന്താണ് ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ നമുക്കറിയാം വീണ്ടും അസുഖം കൂടുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടതായിട്ടും വരും അല്ലെ. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടി എന്താണ് ഈ സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ത്രൂ എങ്ങനെയാണ്? ഓട്ടോമാറ്റിക് എങ്ങനെയാണ്? എന്താ നൽകുന്നത്? റിമൈൻഡറുകൾ അയക്കുന്നത് വഴി. ഓക്കെ അവരെപ്പോഴും ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇന്ന തീയതിയിലാണ് ചെക്കപ്പ് ചെയ്യേണ്ടത്, ഈ ദിവസമാണ് ഡോക്ടർക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുന്നത്. ഓക്കെ ഇത്തരം കാര്യങ്ങളിൽ എന്താണ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള റിമൈൻഡറുകൾ അവർക്ക് അയക്കുന്നുണ്ട്. അതുവഴി എന്താണ് റീഅഡ്മിഷനും റീ ഹോസ്പിറ്റലൈസേഷൻ റേറ്റും കുറയ്ക്കാനായിട്ട് കഴിയുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ അപ്പൊ ഇത്രയുമാണ് 9th ഒരു 9 പോയിന്റ് ഉണ്ട് ബെനിഫിറ്റ്സ് ആയിട്ട്. ഏതൊക്കെയായിരുന്നു അത്? എന്തൊക്കെയാണ് ഈ ഒരു സിസ്റ്റം, കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ എന്തായിരുന്നു? അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. ഫസ്റ്റ് ബെനിഫിറ്റ് improved communication between the patient and the hospital. പേഷ്യന്റും ഹോസ്പിറ്റലും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് വൺ എന്തായിരുന്നു? ഹോസ്പിറ്റൽസിൽ പേഷ്യന്റിൽ നിന്നും കളക്ട് ചെയ്യപ്പെടുന്ന ഡാറ്റകൾ സേഫ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ ഒരു എന്താണ് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന് മാത്രമാണ് അതിലേക്ക് ആക്സസ് ചെയ്യാനും കഴിയുകയുള്ളൂ. സോ എന്താണ് ഡാറ്റ സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട്, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് തേർഡ് വൺ improved access to patient data. എന്താണ് ഇപ്പൊ ഡോക്ടേഴ്സിനാണെങ്കിലും ഫാർമസിസ്റ്റിനാണെങ്കിലും എന്താണ് ഈസിലി ആ ഡാറ്റയിലേക്ക് ആക്സസ് ചെയ്യാനും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ മെഡിസിൻസ് നൽകാനും കഴിയുന്നതാണ്. ദെൻ ഫോർത്ത് വൺ റെഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം എന്താണ് സേവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. എല്ലാ കാര്യങ്ങളും അപ്പോയിന്റ്മെന്റ് എടുക്കുക, സ്റ്റോക്ക് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് ടൈം സേവ് ചെയ്യാനായിട്ടും ആ ടൈം മറ്റുള്ള പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനും കഴിയുന്നതാണ്. അതേപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് എന്താണ് കോസ്റ്റ് ഇതിനു വേണ്ടി ചെലവാക്കേണ്ടി വരുന്ന ടൈം അല്ലെങ്കിൽ എന്താണ് ക്യാഷ്, ഇപ്പൊ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം എന്താണ് ചെലവാക്കേണ്ടി വരുന്ന ക്യാഷ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ ആൻഡ് ദ സിക്സ്ത് വൺ ഇന്റലിജന്റ് അനലിറ്റിക്സ് വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്സ്. എന്താണ് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി എന്താണ് റിപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനും ജനറേറ്റ് ചെയ്യാനും അത് ഇന്റലിജൻസ് ആയിട്ട് എങ്ങനെയാണ് അനലൈസ് ചെയ്യാനും അത് ഇവാലുവേറ്റ് ചെയ്യാനും കഴിയുന്നതാണ്. ഓക്കെ ബില്ലിങ്ങിന്റെ ആയിക്കോട്ടെ, ഇൻഷുറൻസ് ക്ലെയിമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് പേഷ്യന്റിന്റെ ഫ്ലോയുമായി ബന്ധപ്പെട്ട പേഷ്യന്റിന്റെ വരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, ഇതെല്ലാം എന്താണ് പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്യാനും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനും കഴിയുന്നതാണ്. ആൻഡ് ദ സെവൻത് വൺ centralized administrative control.
അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. എന്താണ് അതിൽ പറയുന്നത്? എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും അല്ലെങ്കിൽ എല്ലാ യൂണിറ്റുകളെയും എന്താണ് ഒരുമിപ്പിച്ച് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരൊറ്റ ഈ ഒരു സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ ഡാറ്റയിലേക്കും ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇപ്പൊ ഫാർമസിയുമായി ബന്ധപ്പെട്ട കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഏതൊരു കാര്യത്തിലേക്കും ഏതൊരു ഡാറ്റയിലേക്കും ഈസിലി ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ആൻഡ് 8th one, reduced medical errors. മെഡിക്കൽ എറേഴ്സുകൾ എന്താണ്? കറക്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള പേഷ്യന്റ് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്? മെഡിക്കൽ ഇറേഴ്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ, reduced readmissions and rehospitalization system. അഡ്മിഷൻസ് ആൻഡ് റീഹോസ്പിറ്റലൈസേഷൻ റേറ്റ്. എന്താണ്? വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുക, എന്താണ് ഹോസ്പിറ്റലൈസ്ഡ് ആകുക, ആ ഒരു റേറ്റ് കുറയ്ക്കാനായിട്ട് കഴിയുന്നുണ്ട്. എങ്ങനെയാണ്? ഓട്ടോമാറ്റഡ് റിമൈൻഡർ വഴി. ഓട്ടോമാറ്റഡ് റിമൈൻഡർ വഴി അവർക്ക് എന്താണ് ഏത് ദിവസമാണ് ഡോക്ടറെ കാണേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുൻകൂട്ടി അവരെ ഓർമ്മപ്പെടുത്തുന്നത് വഴി എന്താണ് ഇത്തരത്തിലുള്ള റീ അഡ്മിഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ റീഹോസ്പിറ്റലൈസേഷൻ റേറ്റുകൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ. ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, ഇനി ഈ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻറ്റ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ്, സവിശേഷതകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? പേഷ്യന്റ് പോർട്ടൽ. ഓക്കെ, പേഷ്യന്റ് പോർട്ടലിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? എന്താണ് പേഷ്യന്റ് പോർട്ടൽ? Health information details. നോക്കിക്കോളൂ, എന്താണ് നോക്കിക്കോളൂ. ദ പേഷ്യന്റ് പോർട്ടൽ ഈസ് ആൻ അൺഅവോയ്ഡബിൾ ഫീച്ചർ ഓഫ് ദി ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഒഴിവാക്കാനാകാത്ത ഒരു ഫീച്ചർ ആണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇറ്റ്സ് എ പ്രോഗ്രാം ലൈക്ക് ദ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഹെൽത്ത് റെക്കോർഡ് പോലെ തന്നെ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് പോലെ തന്നെയുള്ള ഒരു പ്രോഗ്രാം ആണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറഞ്ഞാൽ. പക്ഷേ എന്താണ്? ബട്ട് what makes it different is that these patients can have secure online entry to their medical records, arranging doctor appointments, passing information with the doctor, checking medical bills and processing payment online. Okay, ഇതിന്റെ പ്രത്യേകത എന്താണ്? ഒരു പേഷ്യന്റിന് അവരുടെ അക്കൗണ്ട് വഴി ഓൺലൈൻ ആയിട്ട് എന്താണ് അവരുടെ മെഡിക്കൽ റെക്കോർഡിലേക്ക് ആക്സസ് ചെയ്യാനും ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനും ഡോക്ടറുമായിട്ട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, അതായത് അവർക്ക് ഡോക്ടേഴ്സ് ഇപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക, അതിനെന്താണ് ഡോക്ടേഴ്സിന്റെ സൈഡിൽ നിന്നും റിപ്ലൈ നൽകുന്നതായിരിക്കും അത്തരത്തിലുള്ള സംവിധാനം. പിന്നെന്താണ്? മെഡിക്കൽ ബില്ലുകൾ ചെക്ക് ചെയ്യാൻ, പേയ്മെന്റുകൾ ഓൺലൈൻ വഴി പേയ്മെന്റുകൾ അടയ്ക്കാനായിട്ട് ഇത്തരം ഫെസിലിറ്റീസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റമാണ്, ഒരു ഡിജിറ്റൽ സംവിധാനമാണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതായത് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു സേഫ് ആയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ, അതിലൂടെ മെഡിക്കൽ ഹിസ്റ്ററിയിലേക്ക്, പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററിയിലേക്ക് ആക്സസ് ചെയ്യാനും ഡോക്ടേഴ്സുമായിട്ട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ത്രൂ മെസ്സേജസ് അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എന്താണ് ഒരു സിസ്റ്റമാണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണോ? ഓൾ ദി എക്യുപ്മെന്റ്. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടി പറയാം കേട്ടോ. All they require is a smart equipment to avail themselves of the maximum benefit of the feature. ഇനി ഈ ഫീച്ചർ എല്ലാം ലഭിക്കണമെങ്കിൽ ഒരൊറ്റ എന്താണ് സ്മാർട്ട് എക്യുപ്മെന്റ് മാത്രം മതി, ഒരു മൊബൈൽ ഫോണിന്റെ ഹെൽപ്പ് മാത്രം മതി അല്ലേ, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പ് മാത്രം മതി ഇത്തരം ഫെസിലിറ്റീസ് നേടുന്നതിന് വേണ്ടി. ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് നമുക്കൊരു ത്രൂ എന്താണ് ഒരു മൊബൈൽ ഫോണിലൂടെ എല്ലാ കാര്യങ്ങളും എന്താണ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. Instead of following the age-old process of arranging a doctor's appointment, they may just log into their account in the patient portal, have a understand and availability of their doctors and make an appointment according to their convenience and doctor's availability. മുൻപായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്റ്റ് ചെന്ന് എന്താണ് അപ്പോയിന്റ്മെന്റ് എടുക്കണം, അല്ലെങ്കിൽ എന്താണ് ത്രൂ ഫോണിലൂടെ അപ്പോയിന്റ്മെന്റ് എടുക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം വന്നതോടുകൂടി, പേഷ്യന്റ് പോർട്ടലിൽ വന്നതോടുകൂടി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് ആ അക്കൗണ്ടിലേക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് എന്താണ് ഏത് ഡോക്ടർ ആണോ അവൈലബിൾ ആയിട്ടുള്ളത്, ഓക്കെ, അതിനനുസരിച്ച് ആ ഡോക്ടറിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്നതാണ്. നമുക്ക് ഏത് ഡോക്ടറെയാണോ കാണേണ്ടത് അവരുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച്, അതായത് നമ്മുടെ കൺവീനിയന്റിനനുസരിച്ച്, നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിനനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്നതാണ്.
After arranging the appointment, they can verify the bill and make the payment or set the detail for future payments. ഇനി അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞു, ഇനി അതുമായി ബന്ധപ്പെട്ട പേയ്മെന്റുകൾ ഓക്കെ, ഇനി ഇപ്പോൾ അടയ്ക്കാനുള്ളതാണോ അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ അടയ്ക്കാനുള്ളതാണോ, ഇതുമായി ബന്ധപ്പെട്ട പേയ്മെന്റുകൾ പേ ചെയ്യാനായിട്ട് എന്താണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി കഴിയുന്നതാണ്. The popularity of the patient portal is growing day by day since it enhances accessibility for patients and keeps transparency between the patients and their treatment process. Okay, അപ്പോൾ ഇത് വേൾഡ് വൈഡ് ആയിട്ട് എന്താണ് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ്, ഒരു പ്ലാറ്റ്ഫോം ആണ്. സ്ക്രീൻ ഓക്കെ, റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ റിജോ? സോ ഇതെന്താണ് പോപ്പുലർ വേൾഡ് വൈഡ് ആയിട്ട് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇതിലൂടെ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് അതുപോലെ അസുഖവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം സേഫ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. Therefore, hospitals select this to improve their patient satisfaction level and build themselves as dependable ones. ഓക്കെ, അതുവഴി എന്താണ് മിക്ക ഹോസ്പിറ്റലുകളും ഈ ഒരു സിസ്റ്റത്തെ അഡോപ്റ്റ് ചെയ്യുകയും അതിലൂടെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ലെവല് ഇൻക്രീസ് ചെയ്യാനും കഴിയുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ പേഷ്യന്റ് പോർട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ് സേഫ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. അതിലൂടെ എൻട്രി ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് പേഷ്യന്റിന് തന്നെ എന്താണ് ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് എടുക്കാനും അതേപോലെ എന്താണ് പേയ്മെന്റുകൾ നടത്താനും കഴിയുന്നതിനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഈ ഒരു പേഷ്യന്റ് പോർട്ടൽ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണോ? അവരുടെ മെഡിക്കൽ റെക്കോർഡ്സുകൾ കാണാൻ പറ്റുന്നുണ്ട്, അതേപോലെ ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റുന്നുണ്ട്, ഡോക്ടേഴ്സുമായിട്ട് എന്താണ് ത്രൂ മെസ്സേജ് വഴി കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്, ബില്ലുകൾ ചെക്ക് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്, പേയ്മെന്റുകൾ ഓൺലൈനായിട്ട് പേ ചെയ്യാനായിട്ടും കഴിയുന്നുണ്ട്. ഇതിനെല്ലാം ഇത്തരം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് പേഷ്യന്റ് പോർട്ടൽ. അപ്പൊ ഇതെല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ ജസ്റ്റ് ഒരു സ്മാർട്ട് എക്യുപ്മെന്റ് മാത്രം കയ്യിൽ ഉണ്ടായാൽ മതി. ക്ലിയർ ആണോ ഇത്? നെക്സ്റ്റ് വൺ ആണ് മെഡിക്കൽ ബില്ലിംഗ്. Online medical billing feature controls all the billing work in less amount of time than usual. Gone are the days when hospitals spend a major amount of time controlling all the appointments and billing. Now, with the medical billing feature, patients billing, insurance detail, patient tracking, and payment process, everything can be managed with the capability. You can even accept a notification alert if there is any delay or other issues in payment so that you can take action according to the norms. Okay, medical billing എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ പോയാൽ നമുക്ക് പലതരത്തിലുള്ള എക്സ്പെൻസ് വരുന്നുണ്ട് അല്ലെ, ചെലവുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ക്യാഷ് എന്താണ് ഇൻഷുറൻസ് ക്ലെയിമിലൂടെ തിരികെ ലഭിക്കുന്നതിനുള്ള ഒരു പ്രോസസ് ആണ് മെഡിക്കൽ ബില്ലിംഗ്. ക്ലിയർ ആണോ? ഹോസ്പിറ്റലിൽ നമുക്ക് ചെലവാക്കേണ്ടി വരുന്ന ആ ക്യാഷ് ഇൻഷുറൻസ് ക്ലെയിമിലൂടെ തിരികെ ലഭിക്കുന്ന പ്രോസസ്സിനെയാണ് മെഡിക്കൽ ബില്ലിംഗ് എന്ന് പറയുന്നത്. നോക്കിക്കോളൂ, ഓൺലൈൻ മെഡിക്കൽ ബില്ലിംഗ് ഇത് നമുക്ക് നേരത്തെ എങ്ങനെയായിരുന്നു, നമ്മൾ ഒത്തിരി ടൈം ഇതിനു വേണ്ടി മിക്ക ഹോസ്പിറ്റലും ഈ ബില്ലിങ്ങിന് വേണ്ടി ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നു. സോ ഈ ഒരു മെഡിക്കൽ ബില്ലിംഗ് വന്നതോടുകൂടി, ഇത്തരത്തിലൊരു ഫെസിലിറ്റി വന്നതോടുകൂടി എന്താണ് എല്ലാ ഹോസ്പിറ്റൽസിനും എന്താണ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈം റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പേഷ്യന്റിന്റെ ബില്ലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇൻഷുറൻസിന്റെ ഡീറ്റെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഓക്കെ, ഇനി എന്താണ് പേഷ്യന്റിന്റെ അഡ്മിഷൻ ഇതുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം എന്താണ് കീപ്പ് ചെയ്യാനായിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് ഈ മെഡിക്കൽ ബില്ലിംഗ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി you can even accept a notification alert if there is any delay or other issues in payment so that you can take action according to the norms. ഇനി ഇൻഷുറൻസ് ലഭിക്കാനായിട്ട് എന്തെങ്കിലും ഒരു തടസ്സം ഡിലേ ആയാൽ അതിനുമുള്ള നോട്ടിഫിക്കേഷൻസ് എന്താണ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള നോംസ്, അക്കോർഡിംഗ് ടു ദ നോംസ്, അതായത് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് നമുക്ക് എന്താണ് മറ്റ് ആക്ഷൻസ്, ഇതുമായി ബന്ധപ്പെട്ട ആക്ഷൻസ് എടുക്കാവുന്നതാണ്. ക്ലിയർ ആണോ എന്താണ് മെഡിക്കൽ ബില്ലിംഗ്?
നമ്മുടെ എക്സ്പെൻസുകൾ, നമുക്ക് ചെലവായ ക്യാഷ് ഇൻഷുറൻസ് ക്ലെയിമിലൂടെ തിരിച്ചു പിടിക്കുന്നതിനുള്ള ഒരു പ്രോസസ്സാണ് മെഡിക്കൽ ബില്ലിംഗ്. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ എന്താണ് ഇതിനു വേണ്ടി ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നു. സോ ഈ ഒരു ഫെസിലിറ്റി, ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി എന്താണ് മെഡിക്കൽ ബില്ലിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈസിലി പ്രോസസ്സ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇനി അതിന്റെ ഇൻഷുറൻസ് ക്ലെയിമിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഡിലേ, ഈ ക്യാഷ് ലഭിക്കുന്നതിന് എന്തെങ്കിലും ഒരു കാലതാമസം അനുഭവപ്പെട്ടാൽ അതിനുള്ള നോട്ടിഫിക്കേഷൻസ് എന്താണ് നമുക്ക് ലഭിക്കുന്നതാണ്. സോ ആ നോട്ടിഫിക്കേഷൻ ലഭിച്ചാൽ അതിനെതിരെ ആക്ഷൻസ് എടുക്കാനായിട്ട് നമുക്ക് എന്താണ് കഴിയുന്നതാണ്. ക്ലിയർ ആണോ മെഡിക്കൽ ബില്ലിംഗ്? മെഡിക്കൽ ബില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ് നമുക്ക് ഹോസ്പിറ്റലിൽ പോയാൽ ഇപ്പം മെഡിസിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലാബ് ടെസ്റ്റുകൾ ആയിക്കോട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ക്യാഷ്, ഇപ്പോൾ ഒരു റൂമിന്റെ റെന്റ് ആയിക്കോട്ടെ, ഇപ്പൊ ഒത്തിരി ക്യാഷ് നമുക്ക് ചെലവാക്കേണ്ടി വരാറുണ്ട് അല്ലെ. ഇപ്പം ഇൻഷുറൻസ് ഉള്ളവരാണെങ്കിൽ ആ ക്ലെയിം വഴി എന്താണ് ആ ക്യാഷ് നമുക്ക് തിരികെ കിട്ടുന്നതാണ്. അതെല്ലാവർക്കും അറിയില്ലേ, ഇൻഷുറൻസ് വഴി ക്യാഷ് തിരികെ കിട്ടില്ലേ. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മെഡിക്കൽ ബില്ലിംഗ്. ഓക്കെ, അപ്പോൾ അതിന്റെ സമയത്ത് ഈ മെഡിക്കൽ ബില്ലിംഗ് പ്രോസസ്സിന്റെ ടൈമിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടായാൽ, ക്യാഷ് ലഭിക്കാൻ എന്തെങ്കിലും ഒരു കാലതാമസം നേരിട്ടാൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുവഴി എന്താണ് നമുക്ക് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് തീരുമാനിക്കാവുന്നതാണ്. അതിനെതിരെ ആക്ഷൻസ് എടുക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ മെഡിക്കൽ ബില്ലിംഗ്? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ്. പേഷ്യന്റ് ഷെഡ്യൂളിംഗ്. Just as the patient portal, with the patient scheduling, patients can arrange their own appointments by merely logging into their respective accounts. This way, they neither should wait in line in front of the doctor's chamber or clinic, nor require to call the clinic repeatedly to have an appointment. ഓക്കെ, അപ്പൊ പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യന്റ് പോർട്ടലിൽ പറഞ്ഞു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു അല്ലെ. പിന്നെന്താണ് ധാരാളം മറ്റു ഫെസിലിറ്റീസ് അതിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ പേഷ്യന്റ് ഷെഡ്യൂളിന്റെ പ്രത്യേകത എന്താ, നമുക്ക് അതിലൂടെ നമ്മുടെ അക്കൗണ്ടിലൂടെ അതിൽ ലോഗിൻ ചെയ്തിട്ട് ഡോക്ടേഴ്സുമായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് മാത്രം എന്താണ് എടുക്കാനായിട്ട് കഴിയുന്നതാണ്. അതുവഴി ഇപ്പൊ ക്ലിനിക്സിലാണെങ്കിലും മറ്റു ഹോസ്പിറ്റൽസിലാണെങ്കിലും നമ്മൾ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ ചെന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കണം. ഒത്തിരി ടൈം നമ്മൾ അവിടെ ക്യൂ നിൽക്കേണ്ടതായിട്ട് വരും അല്ലെ. ആ ഒരു സിസ്റ്റം, ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനായിട്ടുള്ള മറ്റൊരു മെത്തേഡാണ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ്. ഓക്കെ, നമുക്ക് ഡോക്ടേഴ്സിന്റെ ചേംബറിൽ പോയിട്ട് ക്യൂ നിൽക്കേണ്ട അവസ്ഥ വരുന്നില്ല. All the facilities will be available 24/7 with just a tap away. നമുക്ക് എന്താണ് 24 മണിക്കൂറും ഈ ഒരു ഫെസിലിറ്റിയുടെ സേവനം ലഭ്യമാണ്. They can even go with their convenience with the availability of the doctor and make appointments accordingly. നമുക്ക് എന്താണ് അക്കൗണ്ടിൽ കയറാം, അത് ഏത് ഡോക്ടറാണോ അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് ഡോക്ടറെയാണോ നമുക്ക് കാണേണ്ടത് അതിന്റെ നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച്, നമ്മുടെ സമയത്തിനനുസരിച്ച്, ഡോക്ടറിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്നതാണ്. This feature is beneficial to the care providers too. ഇനി പേഷ്യന്റിന് മാത്രമല്ല ഈ ഒരു ഫെസിലിറ്റി എന്താണ് ബെനിഫിറ്റ് ആകുന്നത്, നേട്ടമുണ്ടാക്കുന്നത് പേഷ്യന്റിന് മാത്രമല്ല, മറിച്ച് ആർക്കാണ്, ഡോക്ടേഴ്സിനായിക്കോട്ടെ മറ്റ് സ്റ്റാഫുകൾക്കായിക്കോട്ടെ. എങ്ങനെയാണത്? They can allot their staff test rooms and specialty apparatus. ഇനി എന്താണ്, ഇപ്പൊ ഒരു ഡോക്ടർ ഒരു പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ് എടുത്തു. അപ്പൊ നമുക്കറിയാം ഈ ടൈമിലാണ് ഈ പേഷ്യന്റ് വരുന്നത്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകൾ ആരൊക്കെ വേണം, എന്തൊക്കെ എക്യുപ്മെന്റ്സ് വേണം, ഓക്കെ, അവരുടെ ടൈം കൂടി, ആ സ്റ്റാഫുകളുടെ ടൈം കൂടി അറേഞ്ച് ചെയ്യാനായിട്ട് ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കാവുന്നതാണ്. ക്ലിയർ ആണോ? അതായത് ചുരുക്കി പറഞ്ഞാൽ എന്താണ്, പേഷ്യന്റിനെ കാണുന്നതിനുള്ള അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് കഴിയുന്നതാണ്. സോ 24 മണിക്കൂറും ഈ ഒരു സേവനം ലഭ്യമാണ്. ഇനി പേഷ്യന്റിന് മാത്രമല്ല, ഈ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് വഴി പേഷ്യന്റിന് എന്താണ് ക്യൂ നിൽക്കേണ്ടതായിട്ട് വരുന്നില്ല. പേഷ്യന്റിന്റെ ചേംബറിൽ പോയിട്ട് ക്യൂ നിൽക്കേണ്ടതായിട്ട്, അധിക ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അതേപോലെ തന്നെ മറ്റ് സ്റ്റാഫുകൾക്കും ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ, അവർക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് ആ ഫെസിലിറ്റീസ്, എക്യുപ്മെന്റ്സുകളെല്ലാം അറേഞ്ച് ചെയ്യാനായിട്ടും ആ വരുന്ന പേഷ്യന്റിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്യാനും കഴിയുന്നതാണ്. ക്ലിയർ ആണോ പേഷ്യന്റ് ഷെഡ്യൂളിംഗ്? മാം ഒന്നുകൂടെ പറയൂ. പറയാം. ഓക്കെ, പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ആ പേരിൽ തന്നെ ഉണ്ടെന്നാണ്. ഷെഡ്യൂൾ ചെയ്യുക, നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കുക. ഓക്കെ, എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത് അതിനനുസരിച്ചുള്ള ടൈം നമ്മൾ എന്താണ് ഫിക്സ് ചെയ്തുകൊണ്ട് ഈ ഒരു അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തുകൊണ്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് കഴിയുന്നതാണ്. സോ നമ്മൾ നേരത്തെ അപ്പോയിന്റ്മെന്റ് മുൻകൂട്ടി എടുത്താൽ നമുക്ക് ഏത് ടൈമിലാണ് അവിടെ ചെല്ലേണ്ടത്, ഡോക്ടറെ കാണേണ്ടത് എപ്പോഴാണെന്ന് അറിയാനായിട്ട് കഴിയും. അപ്പൊ ആ ടൈമിൽ നമ്മൾ എന്താണ് ആ ഹോസ്പിറ്റലിൽ ആ ഡോക്ടറിന്റെ റൂമിൽ ചേംബറിൽ എത്തിയാൽ മതി. അപ്പൊ നമുക്ക് അവിടെ നിന്ന് ക്യൂ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, പിന്നെന്താ മറ്റൊരു ബെനിഫിറ്റ് എന്താ, സ്റ്റാഫുകൾക്ക് ലഭിക്കുന്ന, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്താ,
എന്താണ് വരുന്ന പേഷ്യന്റിനുള്ള ഫെസിലിറ്റീസ് എന്താണ് ഇവിടെ ഒരുക്കാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? ഷെഡ്യൂളിംഗ്. നെക്സ്റ്റ് വൺ ആണ് പ്രിസ്ക്രൈബിംഗ്. പ്രിസ്ക്രൈബിംഗ്, ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ്. This software in health information systems accelerate the complete prescription. എന്തോ സ്ക്രീൻ കാണാൻ പാടില്ല. ഓക്കെ. റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ റിജു? നെക്സ്റ്റ് പേജ്. പ്രിസ്ക്രൈബിംഗ്. പ്രിസ്ക്രൈബിംഗ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, നോക്കിക്കോളൂ. This software in health information systems accelerate the complete prescription process normally done by the staff members of the medical practitioner's office. They are able to send and fill the prescriptions of every patient to the pharmacies online. Also, they can trace the entire process and take any action if required. This way, the whole process becomes quick, safe and free of errors. അപ്പൊ എന്താ അതിൽ പറയുന്നത്? പ്രിസ്ക്രൈബിംഗ് എന്താണ്? നമുക്ക് മുൻപ് എങ്ങനെയായിരുന്നു ഡോക്ടർ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ തന്നിരുന്നത്? എങ്ങനെയാ? സാധാരണ ക്ലിനിക്കിലേക്കാണ് പോകുന്നതെങ്കിൽ ജസ്റ്റ് എന്താണ് ഒരു പേപ്പറിലാണ് പ്രിസ്ക്രിപ്ഷൻ എഴുതി തന്നിരുന്നത് അല്ലെ. ഇനി ഹോസ്പിറ്റൽ ആണെങ്കിൽ ഫയലിലായിരുന്നു, ഹോസ്പിറ്റലിൽ തന്നെ കീപ്പ് ചെയ്യുന്ന ഫയൽ ഉണ്ടായിരിക്കും, അതിലാണ് അവർ ജസ്റ്റ് റിട്ടേൺ ഫോർമാറ്റിലാണ് എഴുതിയിരുന്നത് അല്ലെ. പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കാം? എന്താണ് നമ്മൾ നേരത്തെ പഠിച്ച ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ് ആണ്. അതായത് എന്താണ് ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി കമ്പ്യൂട്ടറിൽ എന്താണ് കാര്യങ്ങൾ സൂക്ഷിക്കുന്നു, പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ഓക്കെ, അതിനെയാണ് പ്രിസ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ഡോക്ടർ ആ ഡോക്ടറിന്റെ റൂമിലുള്ള സിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടി പ്രിസ്ക്രിപ്ഷൻസ് എഴുതുന്നു. ഓക്കെ, ഇനി ഫാർമസിയിലുള്ള സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഡോക്ടർ എഴുതിയ പ്രിസ്ക്രിപ്ഷൻ നേരെ എങ്ങോട്ടേക്കാ പോകുന്നത്? ഫാർമസിയിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഫാർമസിയിലെ സ്റ്റാഫിന് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ആ പ്രിസ്ക്രിപ്ഷൻ എന്താണെന്ന് ചെക്ക് ചെയ്ത് അത് വെരിഫൈ ചെയ്ത് അതിനനുസരിച്ചുള്ള മെഡിസിൻസ് പേഷ്യന്റിന് നൽകാവുന്നതാണ്. സോ ഈ ഒരു സിസ്റ്റത്തെയാണ്, ഈ ഒരു പ്രോസസ്സിനെയാണ് പ്രിസ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതായത് എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ഇലക്ട്രോണിക് ആയിട്ട് ഒരു എന്താണ് ഓൺലൈനിന്റെ ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടി ചെയ്യുന്നതിനെയാണ് പ്രിസ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. മെഡിസിൻസ് എന്താണ് പ്രിസ്ക്രൈബ് ചെയ്യുക, അത് നമ്മുടെ ഫാർമസിയിലുള്ള സ്റ്റാഫ് ചെക്ക് ചെയ്ത് അതിനനുസരിച്ചുള്ള മെഡിസിൻസ് നൽകുന്നു. സോ എന്താണ് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി എന്താണ് പ്രിസ്ക്രിപ്ഷൻ പ്രോസസ് എന്താണ് കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. മുന്നത്തെ സിറ്റുവേഷനിൽ എന്താണ് നമ്മൾ ആ ഡാറ്റ കീപ്പ് ചെയ്ത് വെക്കണം. നമുക്ക് തരുന്ന നോട്ട് എന്താണ് എഴുതിയിരിക്കുന്ന പ്രിസ്ക്രിപ്ഷൻ നോട്ട് നമ്മൾ കീപ്പ് ചെയ്ത് വെക്കണം. അത് മിസ്സായി പോയാൽ നമുക്ക് എന്താണ് നമ്മുടെ ഹിസ്റ്ററി അറിയാൻ പറ്റുമോ ഡോക്ടറിന്? ലാസ്റ്റ് ടൈം നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ആണ് എടുത്തിട്ടുള്ളത്, ഏത് മെഡിസിൻ ആണ് കഴിച്ചിട്ടുള്ളത്, അതറിയാനായിട്ടുള്ള വല്ല വഴിയുണ്ടായിരുന്നോ? ഉണ്ടോ? ഇല്ല. പക്ഷെ ഇപ്പോൾ ഈ സോഫ്റ്റ്വെയർ വന്നതോടുകൂടി പ്രിസ്ക്രിപ്ഷൻ പ്രോസസ് എന്താണ് ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. നമ്മൾ എന്ന് മുതലാണോ അവിടെ അഡ്മിഷൻ എടുത്തത്, നമ്മൾ അതെല്ലാ കാര്യങ്ങളും എന്താണ് നമുക്ക് ഒറ്റ ഇന്റർഫേസിൽ നിന്നുകൊണ്ട് തന്നെ ചെക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. സോ പേഷ്യന്റിന് നൽകിയ മരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, ഡോക്ടറിന് ഏത് സമയം വേണമെങ്കിലും എന്താണ് ട്രാക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ പ്രിസ്ക്രൈബിംഗ്? ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ. റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്, RPM. RPMന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. This is another aspiring feature of health information system. Okay, health information systemത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ ആണ് RPM എന്ന് പറയുന്നത്, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, healthcare providers which enables access to patients details easy. Healthcare providers deliver good healthcare to the patients. So ഈ ഒരു പേഷ്യന്റിന്റെ ഡാറ്റയിലേക്ക് നമുക്ക് എന്താണ് ഈസിലി ആക്സസ് ചെയ്യാൻ കഴിയുകയും അതുവഴി എന്താണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്, ഡോക്ടേഴ്സിനായിക്കോട്ടെ നേഴ്സസിനായിക്കോട്ടെ ആ പേഷ്യന്റിന് മികച്ച രീതിയിലുള്ള കെയർ നൽകാനും കഴിയുന്നതാണ്.
ആൻഡ് മിറ്റിഗേറ്റ് സിവിയർ കണ്ടീഷൻ എക്സ്പെൻസസ്. അതായത് എന്താണ്, സിവിയർ ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ റെഡ്യൂസ് അതിനുവേണ്ടി ചെലവാക്കേണ്ടി വരുന്ന എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇതിന് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പൊ വീടുകളിൽ തന്നെ കഴിയുന്ന പേഷ്യന്റ് ഉണ്ടായിരിക്കാം, ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യന്റ്, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ക്രോണിക് ഡിസീസസുകൾ, വിട്ടുമാറാത്ത അസുഖങ്ങളുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ അത്തരം പേഷ്യന്റിന്റെ റെക്കോർഡുകൾ എന്താണ്, അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടി പേഷ്യന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അതായത് ഈ ഒരു എന്താ പറയുന്നത്, നമുക്ക് ഈ അവരുടെ ഈ വൈറ്റൽ സൈൻ ഒക്കെ ചെക്ക് ചെയ്യാനായിട്ടുള്ള, എന്താണ്, അവർക്ക് വെയർ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സെൻസറുകൾ ആ ഒരു ഡിവൈസിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാനുള്ള മോണിറ്ററുകൾ ഉണ്ടായിരിക്കും. പിന്നെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാനുള്ള മോണിറ്ററുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ എല്ലാം ഹെൽപ്പോട് കൂടി ഡാറ്റ കളക്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനവും ഉണ്ടായിരിക്കും. ഓക്കെ, വീട്ടിൽ വെച്ച് തന്നെ എന്താണ് ഇതെല്ലാം കാര്യങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് എന്താണ് ഡോക്ടേഴ്സിന് അയച്ചു കൊടുക്കുകയും ആ ഒരു സിസ്റ്റത്തിന്റെ ഹെൽപ്പോടുകൂടി ഡോക്ടറിന് അത് അനലൈസ് ചെയ്തുകൊണ്ട് എന്താണ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്, ഇപ്പോൾ പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമാണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ഒന്നുകൂടി പറയോ? ഒന്നുകൂടി. പറയാം. ഇതും കൂടി നോക്കിക്കോളൂ, എന്നിട്ട് പറയാം കേട്ടോ. റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ഈസ് റിയലി യൂസ്ഫുൾ ഫോർ പേഷ്യന്റ് who are experiencing chronic health issues. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സിസ്റ്റം, ഈ ഒരു സംവിധാനം കൂടുതൽ യൂസ്ഫുൾ ആകുന്നത് ആർക്കാണ്? ക്രോണിക് ഹെൽത്ത് ഡിസീസ്, അതായത് വിട്ടുമാറാത്ത എപ്പോഴും അസുഖങ്ങൾ വരുന്ന പേഷ്യന്റ് ഉണ്ടായിരിക്കുമല്ലോ, അവരെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും ഹോസ്പിറ്റലിൽ വരിക എന്ന് പറയുന്നത് പോസിബിൾ അല്ല, അല്ലെ? അപ്പൊ അത്തരം പേഷ്യന്റിന്, അതായത് ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക്, doctors use the information gathered through RPM for monitoring patients' health status. Okay, ഇത്തരം മോണിറ്റേഴ്സിന്റെ ഹെൽപ്പോട് കൂടി പേഷ്യന്റിന് അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. Also, with these details, they can predict or end situation that would or else require serious medical intervention. Okay, അപ്പോൾ ആ കളക്ട് ചെയ്ത ഡാറ്റാസ് ചെക്ക് ചെയ്തുകൊണ്ട്, ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഡോക്ടേഴ്സിന് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട്, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്ന് പറയാനായിട്ട് കഴിയുന്നതാണ്. Other than chronic health care, RPM is useful for other cases too. Okay, ഇനി ക്രോണിക് ഹെൽത്ത് ഡിസീസ് ഉള്ളവർക്കല്ലാതെ മറ്റു ചില കൂട്ടർക്ക് കൂടി ഈ ഒരു സിസ്റ്റം എന്താണ് യൂസ്ഫുൾ ആണ്. ആർക്കൊക്കെയാണത്? such as care for senior citizen, അതായത് സീനിയർ സിറ്റിസൺസ് ഇല്ലേ, അധികം പ്രായമായ ആളുകൾ, സീനിയർ സിറ്റിസൺസിന്, അതേപോലെ തന്നെ കെയർ ആഫ്റ്റർ ഡിസ്ചാർജിങ് പേഷ്യന്റ്, ഇനി ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയിട്ടുള്ള പേഷ്യന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അവരുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഡോക്ടർക്ക് എന്താണ് അനലൈസ് ചെയ്യാനായിട്ട്, ഹോസ്പിറ്റലിൽ ഇരുന്നു കൊണ്ട് തന്നെ അനലൈസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അതേപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഫോർ ബിഹേവിയർ ഹെൽത്ത് ആൻഡ് സബ്സ്റ്റാൻസ് അബ്യൂസ്, ഇപ്പൊ സ്വഭാവ വൈകല്യങ്ങളുള്ളവര് ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കില്ലേ, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ സബ്സ്റ്റാൻസ് അബ്യൂസ്, ലഹരി വസ്തുക്കൾക്ക് അത്തരത്തിലുള്ള ദുരുപയോഗം ചെയ്യുന്നവരില്ലേ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരില്ലേ, അപ്പൊ അതിനെതിരെയുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്ക് ഇവർക്കെല്ലാം എന്താണ് ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയേ ഉള്ളൂ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ. എന്താണ്, അവർക്ക് അവരെവിടെയാണുള്ളത് അവിടെ ഇരുന്നു കൊണ്ട് അവരുടെ വൈറ്റൽസ് ചെക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഡാറ്റാസ് കളക്ട് ചെയ്തുകൊണ്ട് അത് ഡോക്ടേഴ്സിന് എന്താണ് സെൻഡ് ചെയ്യാനായിട്ട്, ഡോക്ടേഴ്സിന് അത് ഇവാലുവേറ്റ് ചെയ്ത് ഏത് ട്രീറ്റ്മെന്റ് ആണെന്ന് പറയാനായിട്ട് കഴിയുന്നതാണ്. അതിനുള്ള ഒരു സംവിധാനമാണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. ഇനി കൂടുതലായിട്ടും ഇത് ഉപയോഗിക്കുന്നത്, യൂസ്ഫുൾ ആകുന്നത് ആർക്കൊക്കെയാണ്? ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള, ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക്, അതേപോലെ തന്നെ പിന്നെ എന്താണ് സീനിയർ സിറ്റിസൺസിന്, പിന്നെ അതായിരുന്നു ഡിസ്ചാർജ് ആയിട്ടുള്ള പേഷ്യന്റിന്, ബിഹേവിയറൽ ഹെൽത്ത് ട്രീറ്റ്മെന്റ്, അതിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്ക്, അതേപോലെ തന്നെ എന്താണ് സബ്സ്റ്റാൻസ് അബ്യൂസ്, അതായത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ, അതിനെതിരെ ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അത്തരം ആളുകൾക്കാണ് കൂടുതലായിട്ടും ഈ RPM മോണിറ്റർ, ഈ RPM മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? റിമോട്ട് മോണിറ്ററിംഗ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ. മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്, MPI, മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്.
ഇത് കുറച്ചുകൂടി ഫെമിലിയർ ആയിരിക്കും നിങ്ങൾക്ക്. നോക്കിക്കോളൂ. മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ഹാസ് ഗാതേർഡ് പോപ്പുലാരിറ്റി അക്രോസ് മെനി ഹോസ്പിറ്റൽസ് ആൻഡ് ലാർജ് ഓർഗനൈസേഷൻസ് ഓഫ് മെഡിക്കൽ പ്രാക്ടീസസ്. അതായത് എന്താണ്, മിക്ക ഹോസ്പിറ്റലുകളും പ്രിഫർ ചെയ്യുന്നത്, വേൾഡ് വൈഡ് ആയിട്ട് പ്രിഫർ ചെയ്യുന്നത് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് MPI എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. എന്തിനു വേണ്ടിയാണത്? വിത്ത് ദിസ് ടെക്നോളജി, ഈ ടെക്നോളജി എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? വൺ റിക്വയേഴ്സ് ടു ഫീഡ് ദ പേഷ്യൻസ് ഇൻഫർമേഷൻസ് വൺസ്, അതായത് പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിനുള്ള സംവിധാനമാണ് MPI, മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്. MPI എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിനുള്ള സംവിധാനം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ റിസപ്ഷനിൽ ചെന്നാൽ നമ്മുടെ പേര്, നമ്മുടെ ഡാറ്റാസ് അവർ കളക്ട് ചെയ്യില്ലേ? കളക്ട് ചെയ്യാല്ല. എന്തൊക്കെയാണ്? നമ്മുടെ പേരെന്താണ്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ്, ഫുൾ നെയിം, പിന്നെ എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ എന്തൊക്കെയാണ് അഡ്രസ് എന്താണ്, ഓക്കെ, അതേപോലെ ജെൻഡർ, പിന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ള ആ ഇൻഫർമേഷൻസ്, ഇത്തരം കാര്യങ്ങൾ കളക്ട് ചെയ്യാറില്ലേ? ഓക്കെ, അതിനു വേണ്ടിയുള്ള സംവിധാനത്തെയാണ് MPI എന്ന് പറയുന്നത്. എല്ലാവർക്കും ഫെമിലിയർ അല്ലേ ഇത്? നമ്മൾ ഹോസ്പിറ്റലിൽ പോകാത്ത ആരും ഉണ്ടാകില്ല. ഹോസ്പിറ്റലിൽ പോകുന്ന, ഇപ്പൊ ഫസ്റ്റ് ടൈം ആണ് പോകുന്നതെങ്കിൽ നമുക്കൊരു ചിലപ്പോ എന്താണ്, അവർ നേരിട്ട് ചോദിക്കും നമ്മളോട്, അല്ലെങ്കിൽ ഒരു ഫോം ഉണ്ടായിരിക്കും, അത് ഫിൽ ചെയ്ത് കൊടുക്കുക. ഫെമിലിയർ അല്ലേ? അപ്പൊ അത്തരത്തില് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതിനുള്ള സംവിധാനത്തെയാണ് MPI എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ പ്രത്യേകത എന്താ? With this technology, one requires to feed the patient informations once. നമ്മൾ എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ ഈ സെയിം ഇൻഫർമേഷൻസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഇന്ന് പോയി നെക്സ്റ്റ് വീക്ക് പോകുമ്പോൾ വീണ്ടും ഈ സെയിം ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഒരു പ്രാവശ്യം, അതെ, ഒരിക്കൽ മാത്രമാണ് നമ്മൾ ഇത്തരം ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, അത് റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്കൊരു അഡ്മിഷൻ നമ്പർ തരും, അല്ലെങ്കിൽ ഒരു നമ്പർ തരും. അത് മാത്രമാണ് നമ്മൾ നെക്സ്റ്റ് ടൈം ചെല്ലുമ്പോൾ പറയേണ്ടതായിട്ടുള്ളൂ. നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് പറയേണ്ടതായിട്ടില്ല. ഓക്കെ, അതാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. Then after that it gets connected to numerous database, and therefore this data can be useful in the future for other lab tests and clinical departments. ഓക്കെ, നമ്മൾ വൺസ് എന്താണ് ഇത്തരം ഡാറ്റാസ് അവര് റെക്കോർഡ് ചെയ്തു. ഇനി ഈ ഡാറ്റ നിരവധി ഡാറ്റാബേസിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഫ്യൂച്ചറിൽ നമുക്ക് ഇപ്പോൾ ലാബ് ടെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ ഫാർമസിയിൽ പോകണം, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന നമ്പർ മാത്രം ജസ്റ്റ് എന്താണ് പറഞ്ഞു കൊടുത്താൽ മതി, അവർക്ക് ആ ഡാറ്റയിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും. The erase of access to a patient's details is the most important benefit of using the master patient index. Also, it is totally automated, minimize the possibility of errors, and improves the safety of the informations. മുന്നത്തെ സിറ്റുവേഷനിലായിരുന്നെങ്കിൽ ഇതെല്ലാം കീപ്പ് ചെയ്യുന്നത് ഒരു ഫയലിലായിരുന്നു അല്ലേ? ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു ഫയലില്, റിജോ ഒന്ന് സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ, ലാസ്റ്റ് പാരഗ്രാഫ്. ഇത്തരം കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുന്നത് നമുക്കൊരു ഫയൽ ഉണ്ടായിരുന്നു. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അല്ലായിരുന്നു അല്ലെ? നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം, നമ്മുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കീപ്പ് ചെയ്യുന്നത് ഫയലിലായിരുന്നു. അപ്പോൾ ഒരു ഫയൽ എടുത്ത് എന്താണ് അവർ മാനുവലി ആയിട്ട് എന്താണ് സ്വയം തന്നെ അത് കണ്ടെത്തണം. ഓരോ നമ്പറിനനുസരിച്ചുള്ള ഫയലുകൾ കണ്ടെത്തി എന്താണ് അത് പ്രൊവൈഡ് ചെയ്യണം. ആ മെത്തേഡ് ആയിരുന്നു. അപ്പൊ ഈ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി എന്താണ് മിസ്റ്റേക്കുകൾ, ഇറേസുകൾ തടയാനായിട്ട് കഴിയുന്നതാണ്. ഫയൽ മാറിപ്പോകുക, ഓക്കെ, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് കഴിയുന്നതാണ്. അതേപോലെ ഇൻഫോർമേഷൻസിന്റെ സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടും, സേഫ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഇൻഫോർമേഷൻസ് സേഫ് ആയിട്ട് കീപ്പ് ചെയ്യാനും ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി കഴിയുന്നതാണ്. ക്ലിയർ ആണോ MPI? ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ, wrapping it up. Health information system will go on to bring changes in healthcare service with the assistance of powerful systems in hospitals and medical procedures. Not only will the efficiency of the professionals be increased, but also their work will become easier and more organized. As a result, they focus on giving better care to the patients and improving patient engagement and contentment. Okay, എന്താ ഇതിൽ പറയുന്നത്? ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് എന്താണ് ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റത്തിന് ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അല്ലെ? എന്തൊക്കെയായിരുന്നു ആ മാറ്റങ്ങള്?
എന്തൊക്കെയാണ് ഫയൽ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ ഓരോ സെക്ഷനിലോട്ട് പോകുമ്പോഴും ഈ ഫയലുമായിട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല അല്ലെ. അങ്ങനെ പലതരത്തിലുള്ള സേഫ് ആയിട്ട് ഈ ഡാറ്റാസ് കീപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. മിസ്റ്റേക്സുകൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും എന്താണ് അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ ഒരു സിസ്റ്റത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇറേഴ്സുകൾ തടയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പിന്നെന്താ പറയുന്നത്, പ്രൊഫഷണൽസിന്റെ എഫിഷ്യൻസി, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും പിന്നെന്താണ് ഈസിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാനും കഴിയുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് എന്താണ് ആസ് എ റിസൾട്ട് ദേ ഫോക്കസ് ഓൺ ഗിവിംഗ് ബെറ്റർ കെയർ ടു ദ പേഷ്യൻസ്. എന്താണ് അതിന്റെ ഫലമായിട്ട് പേഷ്യൻസിന് മികച്ച രീതിയിലുള്ള കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് സ്റ്റാഫുകൾക്ക് കഴിയുന്നതാണ്. In short, HIS offers a win-win situation for both the patient and the healthcare providers when it comes to refining care delivery services. അതായത് ഹെൽത്ത് കെയർ സർവീസിന്റെ എന്താണ് നല്ല രീതിയിലുള്ള എഫിഷ്യന്റ് ആയിട്ടും ഗുണനിലവാരവും മെച്ചപ്പെടുത്താൻ കഴിയുന്നതിലൂടെ രണ്ട് പാർട്ടിക്കാർക്കും വിൻ വിൻ എന്താണ്, രണ്ട് ടീമിനും പേഷ്യന്റിനായിക്കോട്ടെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്കായിക്കോട്ടെ എന്താണ് അവർക്ക് ഇതിന്റെ ബെനിഫിറ്റുകൾ ഈ സർവീസിന്റെ പ്രയോജനങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഈ ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് രണ്ട് ആളുകൾക്കും എന്താണ് പേഷ്യന്റിനാണെങ്കിലും ഹോസ്പിറ്റലിനാണെങ്കിലും ധാരാളം ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പൊ പേഷ്യന്റിനാണെങ്കിൽ എന്തൊക്കെയാണ് വെയിറ്റിംഗ് ടൈം എന്താണ് കുറയ്ക്കാനായിട്ട് കഴിയുന്നുണ്ട് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ വന്നാൽ സാറ്റിസ്ഫാക്ഷനോട് കൂടി മടങ്ങാനായിട്ട് കഴിയുന്നതാണ്. ഇനി ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്താണ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് അല്ലെ. ബില്ലിങ്, ഇൻഷുറൻസ് ക്ലെയിം എല്ലാം കറക്റ്റ് ടൈമിൽ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. നല്ല രീതിയിലുള്ള മികച്ച എന്താണ് ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. സോ ചുരുക്കി പറഞ്ഞാൽ രണ്ട് ടീമിനും എന്താണ് മികച്ച പ്രയോജനങ്ങൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് വഴി ലഭിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. എന്തൊക്കെയായിരുന്നു? ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ്. ഓക്കെ, ഒരു എത്ര ഫീച്ചേഴ്സ് വരുന്നുണ്ട്? 7 ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഫീച്ചർ എന്തായിരുന്നു? പോർട്ടൽ. ഓക്കെ, പേഷ്യന്റ് പോർട്ടലിലൂടെ എന്താണ് അപ്പോയിന്റ്മെന്റ് എടുക്കുക, ബില്ലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പേയ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇനി മെഡിക്കൽ ബില്ലിംഗ്. എന്താണ് മെഡിക്കൽ ബില്ലിംഗ്? നമുക്ക് ഹോസ്പിറ്റലിൽ ചിലവാകുന്ന ക്യാഷ് ഇൻഷുറൻസ് വഴി തിരികെ കിട്ടുന്നതിനുള്ള പ്രോസസ്സാണ് മെഡിക്കൽ ബില്ലിംഗ്. ഇനി ഇതിനെന്തെങ്കിലും ക്യാഷ് കിട്ടുന്നതിന് എന്തെങ്കിലും ഡിലേ ഉണ്ടായാൽ അതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുകയും അതിനെതിരെ ആക്ഷൻസ് എടുക്കാനും കഴിയുന്നതാണ്. ദെൻ പേഷ്യന്റ് ഷെഡ്യൂളിംഗ്. പേഷ്യന്റിന് എന്താണ് ഡോക്ടറെ കാണുന്നതിനുള്ള അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് കഴിയുന്നതാണ്. അതുവഴി എന്താണ് വെയിറ്റിംഗ് ടൈം റെഡ്യൂസ് ചെയ്യാനായിട്ട് ക്യൂ നിൽക്കേണ്ടതായിട്ട് വരുന്നില്ല. ഇനി സ്റ്റാഫുകൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്താണ്? ഈ പേഷ്യന്റിന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും അവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. നെക്സ്റ്റ് വൺ എന്തായിരുന്നു? ഇ പ്രിസ്ക്രൈബിംഗ്. എന്താണ് ഇ പ്രിസ്ക്രൈബിംഗ്? കമ്പ്യൂട്ടർ സിസ്റ്റം വഴി പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ സിസ്റ്റം വഴി ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ് അല്ലെ. കമ്പ്യൂട്ടർ സിസ്റ്റം വഴി എന്താണ് പ്രിസ്ക്രിപ്ഷൻസ് എഴുതുക, അത് ഫാർമസിയിൽ ഇരുന്നു കൊണ്ട് ആ സ്റ്റാഫിന് റീഡ് ചെയ്തുകൊണ്ട് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള മെഡിസിൻസ് നൽകാനായിട്ട് കഴിയുന്നതാണ്. ദെൻ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. എന്തായിരുന്നു റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്? ആർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആകുന്നത്? സീനിയർ സിറ്റിസൺസ്, അതേപോലെ ക്രോണിക് ഹെൽത്ത്. ഓക്കെ, പിന്നെന്താണ് ഡിസ്ചാർജ് ആയിട്ടുള്ള പേഷ്യന്റ്, അതേപോലെ ട്രീറ്റ്മെന്റ് ബിഹേവിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്നവര്, പിന്നെന്താണ് സബ്സ്റ്റാൻസ് അബ്യൂസ് ചെയ്യുന്നവർ, ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്താണ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. ദെൻ MPI എന്തായിരുന്നു? MPI ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള സംവിധാനം. പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിനുള്ള ഒരു സിസ്റ്റമാണ് MPI. ദെൻ ഡ്രാഫ്റ്റിംഗ് ഇറ്റം. എന്താണ് ഈ ഒരു സോഫ്റ്റ്വെയർ വന്നതോടുകൂടി എന്താണ് ഹോസ്പിറ്റൽസിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ മൊത്തത്തിൽ എല്ലാ കാര്യത്തിലും എന്താണ് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഈ സോഫ്റ്റ്വെയർ എന്താണ് ഈ ഒരു സിസ്റ്റം വളരെ എന്താണ് രണ്ട് ടീമിനും പേഷ്യന്റിനാണെങ്കിലും ഹോസ്പിറ്റലിനെ സംബന്ധിച്ചും പലതരത്തിലുള്ള പ്രയോജനങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വരാം.
ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ലെങ്കിൽ ക്ലാസ് ഞാൻ മൈൻഡ് അപ്പ് ചെയ്തോട്ടെ? Okay, Miss. Thank you. Thank you, ma'am. Thank you, ma'am. താങ്ക് യു മാം. Thank you, Miss.